ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, 28,000 സബ്സ്ക്രൈബ്, 1,00,00,000 മേലെ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടു. അപ്പോൾ എൻ്റെ കട്ട, അതായത് എൻ്റെ ചങ്ക് കട്ട സബ്സ്ക്രൈബർക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടല്ലേ ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ എൻ്റെ ചങ്ക് കട്ട സബ്സ്ക്രൈബർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നന്ദി ഫ്രണ്ട്സ്. എന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നും നമ്മളെ കൂടെ ഇങ്ങനെ കൂടിക്കോടിക്കണം. നമുക്ക് ഇഷ്ടം പോലെ വ്യൂവേഴ്സും വേണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും വേണം. അപ്പോൾ എല്ലാം അപ്പം മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ സാവധാനത്തിൽ കയറിയാൽ മതി, തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് 1,00,00,000 കഴിഞ്ഞ് നമ്മളെ ടാർഗറ്റ് 1,00,00,000 1,00,00,000 ആളെ കാണിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. 1,00,00,000 ആളെ കാണിക്കുന്നില്ല. അതിൻ്റെ അത് ഇന്നേക്ക് കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്, ഹാപ്പിയാണ്, ഫുൾ ഹാപ്പി. ഇനി എനിക്ക് ചെറുങ്ങനെ വീഡിയോ ഉണ്ട്, നല്ല കണ്ടൻറ്റ് കണ്ടുപിടിക്കണം, നല്ല റെഡിയിൽ വീഡിയോ ഇട്ട് നിങ്ങൾ കാണുന്ന രീതിയിലുള്ള വീഡിയോ ഇടാനാണ് ഞാൻ കൂടുതൽ നോക്കുക. എന്നാലും ഇടക്കലം ഒരു മനുഷ്യരുണ്ടാവും, ചെറുതെല്ലാം ഫ്രണ്ട്സ്, അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഇതുവരെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ആ ഒരു 28,000 സബ്സ്ക്രൈബ് എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര നിങ്ങളെ എന്നാ വേണ്ടത് എന്നുള്ള സ്നേഹം കൊണ്ട് പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ദേശം സ്നേഹം. അപ്പോൾ നിങ്ങളെ ഞാൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളത് 100% അത് മറുപടിയാണ്. നിങ്ങളെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണിക്കണം, എൻ്റെ ആൾക്കാരെ കാണിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. എന്നും ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണ്. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഞാനത് നിർത്തിപ്പോകുന്നില്ല. അപ്പോൾ നമുക്ക് പരമാവധി മാക്സിമം നമുക്ക് എല്ലാവരും നമ്മളെ സഹായിക്കണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് മാത്രമല്ല, എൻ്റെ നാട്ടുകാർ നല്ല സപ്പോർട്ടാണ്. കണ്ടുപോകുന്നില്ലേ, ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആൾക്കാർ ഒരു വീടുകളിലും അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ നാട്ടുകാർക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും കുട്ടികളോട് ഒരൊറ്റ വർത്തമാനം മാത്രമേ എനിക്ക് പറയുള്ളൂ. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ നല്ല കുട്ടികളായിട്ട് പഠിച്ച് വളരണം. പഠിക്കണം മക്കളെ, പഠിച്ച് നന്നാണ് ഉഷാറായിപ്പോൾ കേട്ടോ. അതിനുള്ള ഇത് നമ്മളെ വീഡിയോ എടുത്ത് കളിക്കാനോ യൂട്യൂബ് എടുത്ത് കളിക്കാനൊന്നും നിൽക്കരുത്. പഠനം വിജയിക്കണമെങ്കിൽ പഠിക്കാൻ വേണം. നമുക്കൊന്നും അതിനുള്ള സൗകര്യം കിട്ടിയില്ല. കാരണം നമുക്ക് ചെറിയ പുസ്തകവും ചെറിയ കാര്യങ്ങളെല്ലാം പോയി നമ്മൾ അതുപോലെ നിങ്ങളായി പോകുമ്പോഴുള്ള നിങ്ങൾ നല്ലോണം പഠിക്കണം. എവിടെയും എത്തേണ്ട എന്തിനും ആവശ്യപ്പെടുത്താൻ തന്നെ പഠനം. നിങ്ങൾ എത്ര ലക്ഷം നമ്മൾ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് ബിസിനസ് ചെയ്തില്ല, ഒരു പഠിച്ചൊരു ജോലി മേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. കരുത്തോടെ നിങ്ങൾ പഠിക്കണം മക്കളെ, കരുത്തോടെ പഠിക്കണം എന്ന് പറയും. പഠിക്കണം, ഇത് ഞാൻ പഠിച്ചിരിക്കണം. എല്ലാ കുട്ടികളും, എൻ്റെ വീഡിയോ കണ്ട എല്ലാ മക്കളും, എൻ്റെ വീഡിയോ ഒന്നും കാണുമ്പോൾ വേണ്ട, കണ്ടിട്ടിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പഠിച്ച് ഉഷാറാണ്. അപ്പോൾ എപ്പോഴെങ്കിലും സൗകര്യമുള്ള സമയത്ത് നോക്കിയാൽ മതി. ഇതായിട്ട് നമ്മളെ കാണണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങളോട് എപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഉമേഷ് ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും നമ്മൾ പഠിച്ച് ഉഷാറായിട്ട് മക്കൾ വരണം. നമ്മളിപ്പോൾ കണ്ടകുന്ന് സ്കൂളിലെ കുട്ടികൾ തേച്ചു ഉമേഷ് ചേട്ടാ നമ്മൾ വിളിക്കേണ്ടത്. നമ്മളെ സ്കൂളിൽ എല്ലാവരും നമ്മൾ ഈ കണ്ടകുന്ന് സ്കൂളിൽ തന്നെ ചേർക്കണം കുട്ടികളെ. നല്ല പഠനമാണ് ഈ കണ്ടകുന്ന് സ്കൂളിൽ നടക്കുന്നത്. നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. നല്ല വൃത്തിക്കുള്ള പരിപാടിയാണ്. കുട്ടികളെല്ലാം വളരെ അച്ചടക്കത്തിലാണ് നിൽക്കുന്നത്. ഞാൻ കാണുന്നുണ്ട്, എൻ്റെ വീട് തൊട്ടിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്. വർഷങ്ങളായി കാണുന്നതാണ്. നല്ല പഠനം നടക്കുന്ന സ്കൂളാണ് കണ്ടകുന്ന്. എല്ലാവരും മുറ്റത്തെ മുള്ളക്ക് മണമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സൗകര്യം നമുക്ക് കണ്ടത് വേഗം കൂട്ടി വരിക, കൂട്ടി പോവുക, ഉണ്ടാക്കാൻ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്, റെഡിയാണ്. എല്ലാത്തിനും വളരെ ശ്രദ്ധയോടെ ഇപ്പോൾ നോക്കുന്നുണ്ട്. നാളെ ഉഷാറായിട്ട് അടുത്ത പോലുള്ള കുട്ടികളെ തേച്ച് ചേർക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടകുന്ന് ഇന്ന് അറിയപ്പെടണം. സ്കൂളിൽ ഒരുപാട് കുട്ടികൾ വേണം, എന്നാലേ നമുക്ക് ആ നാടിനൊരു വികസനം വരും. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, നിങ്ങളെ ഒരുപാട് ആൾക്കാരോട് കണ്ടകുന്നില്ല എല്ലാവരും നമുക്ക് വന്ന എല്ലാവരും നമ്മൾ യൂട്യൂബ് വീഡിയോ കാണലുണ്ട്. കണ്ടോട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എൻ്റെ ചങ്ക് കട്ട സബ്സ്ക്രൈബർമാരെ ഇനിയും നിങ്ങൾ വരണം. ഇനി പുതിയ ആൾക്കാർ വരണം. നമുക്ക് അടിച്ച് പൊളിയായിരിക്കണം. നമ്മളെ പരിപാടിയെല്ലാം ഇത് ഉഷാറാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ഏകദേശം 1,00,00,000 ആളാവണമെന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. ഈ ആഗ്രഹം ഇന്നേക്ക് അത് കഴിഞ്ഞിരിക്കുന്നത്. 1,10,000 ആളായിട്ട് നോക്കി കഴിഞ്ഞ്. അപ്പോൾ പോട്ടെ, എന്നും നമുക്ക് വന്നുകൊണ്ട് നിൽക്കും, പോയിക്കൊണ്ട് നിൽക്കും, ഒരു വിഷയമാക്കണ്ട. അപ്പോൾ എന്നെക്കൊണ്ട് മാക്സിമം കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യും. പിന്നെ എൻ്റെ ഫോണാണ്, ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തന്നെയാണ് സ്റ്റാൻഡ് വെച്ചിട്ട് എടുത്തിട്ടുള്ള പരിപാടികളാണ്. പിന്നെ നമുക്കൊരു നല്ലൊരു ഇതെല്ലാം വരുന്ന സമയത്ത് നമുക്കൊരു സാമ്പത്തികത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് മാറ്റിയിട്ടുള്ള പരിപാടി നടത്താം. നമുക്ക് ഒരു ക്യാമറ എടുക്കാനും പിടിക്കാനുള്ള ആളെയെല്ലാം നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് വരുമാനം ഇല്ല എന്നുള്ളതാണ്. ഇതുവരെ വരുമാനം കിട്ടിയില്ല. പിന്നെ കുറച്ച് നമുക്ക് വരുന്നത് വാച്ച് ടൈമാണ്. അതായത് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബ് ആവേണ്ട എനിക്ക് ആ വാച്ച് ടൈം ആയിട്ടില്ല. കാരണം ഞാൻ വീഡിയോ
കുറച്ച് ഷോർട്സിലേക്ക് ഇറങ്ങി. അപ്പോൾ ഷോർട്സാണ് എല്ലാവർക്കും കാണുക. അപ്പോൾ ഷോർട്സാണ് എല്ലാവർക്കും ഇഷ്ടം, പെട്ടെന്ന് ഒന്ന് ചെളിപ്പോലെ വേണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്സിലേക്ക് പോയത്. ആ ഷോർട്സിൽ പോയതുകൊണ്ട് എനിക്ക് കുറച്ച് പരാജയം പറ്റും. പരാജയം എന്ന് പറഞ്ഞാൽ പരാജയമല്ല, അത് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്ന്, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒരു കോടിയുള്ള ആൾക്കാർ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിക്കേണ്ട ഒരുപാട് കഴിവാണല്ലോ ഇനി. അങ്ങനെ എത്തിച്ച് കഴിഞ്ഞ് ഇനി ഇപ്പോൾ നമുക്ക് വേണ്ടത് വാച്ച് ടൈമാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടുന്നത് നമുക്ക് വാച്ച് ടൈം മേടിക്കൽ വീഡിയോസ് ഇടണം. ആ വീഡിയോസിൻ്റെ വാച്ച് ടൈമിൽ എടുക്കും. കാരണം 15,000 മേലെ വാച്ച് ടൈം ഉണ്ട് അല്ല കയറിയിനി. പക്ഷേ 10 കാര്യങ്ങൾ അത് എടുക്കത്തില്ല. കാരണം നമ്മൾ യൂട്യൂബ് വീഡിയോസിൻ്റെ മാത്രമാണ് നമുക്ക് ഈ 4000 മണിക്കൂർ ആവും എടുക്കും. എന്നൊന്നും പറഞ്ഞാൽ ആ ഒരു കാര്യമില്ല. അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. എന്നാൽ അതുപോലെ തന്നെ ഷോർട്സിലാണെങ്കിൽ 90 ദിവസം കൊണ്ട്, ഞാൻ ശ്രദ്ധിച്ചേക്കണം, 90 ദിവസം കൊണ്ട് 10 മില്യൺ, അതായത് 1 കോടി ആൾ കാണിക്കണം. 10 മില്യൺ 90 ദിവസം കൊണ്ട്. അതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ അജണ്ട. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നമുക്ക് റേഷായി കിട്ടും. ഇതെല്ലാം വേണം, ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ 4000 മണിക്കൂർ പബ്ലിക് വാച്ചേഴ്സും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബ് വേണ്ടും. അപ്പോൾ ഇനി ഞാൻ നോക്കുന്നത് 4000 മണിക്കൂർ എങ്ങനെ ഉണ്ടാക്കേണ്ടതുള്ളത് തിരക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 4000 മണിക്കൂർ ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ 1-2 വീഡിയോ ഇട്ടുവേ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ നല്ലോണം കയറുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് കയറിക്കോളും ഞാൻ വിചാരിക്കുന്നുണ്ട്. എല്ലാം നല്ല വീഡിയോയിലാണെങ്കിലേ കയറൂ. അപ്പോൾ ഷോർട്സ് എല്ലാം കണ്ടുകൊണ്ട് ഇനി നമ്മളെ വീഡിയോ കയറുമെന്ന് അറിയില്ല. അത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അടിപൊളി വീഡിയോയ്ക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.